ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ദേശീയ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ESPN ബ്രസീൽ നൽകിയിരുന്നു. അതായത് കാർലോ ആഞ്ചലോട്ടി അടുത്ത വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച 18 താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവർ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ആ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ആലിസൺ, പ്രതിരോധ നിരയിൽ മാർക്കിഞ്ഞോസ്, മിലിറ്റാവോ, ഗബ്രിയൽ മഗല്ലസ്, അലക്സാൻഡ്രോ, ഡഗ്ലസ് സാന്റോസ്, മധ്യനിരയിൽ കാസമിറോ, ആന്ദ്രേ സാന്റോസ്, ബ്രൂണോ ഗൊയ്മറസ്, ലുക്കാസ് പക്കേറ്റ, മുന്നേറ്റ നിരയിൽ റോഡ്രിഗോ, ജാവോ പെഡ്രോ, വിനീഷ്യസ് ജൂനിയർ, ലൂയിസ് ഹെൻറിക്ക്, റാഫീഞ്ഞ, എസ്റ്റവായോ വില്യൻ, ഗബ്രിയേൽ മാർട്ടിനെല്ലി, മാത്യൂസ് കുഞ്ഞ. ഇങ്ങനെയാണ് 18 താരങ്ങളുടെ ഒരു ലിസ്റ്റ് വരുന്നത്. നെയ്മർ ജൂനിയർ ഇതിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഇപ്പോഴും സ്ഥാനം ഉറപ്പിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ റോഡ്രിഗോ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നെയ്മറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം എന്നാണ് റോഡ്രിഗോയുടെ ഒരു അഭിപ്രായം. നെയ്മർ ഉള്ളതും ഇല്ലാത്തതും വെവ്വേറെയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും നെയ്മറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം, അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നെയ്മർക്കൊപ്പം വിജയിക്കുന്നതും നെയ്മർ ഇല്ലാതെ വിജയിക്കുന്നതും ഒരുപോലെ ആയിരിക്കില്ല. ഞങ്ങൾക്ക് നെയ്മറെ ആവശ്യമുണ്ട്. ഇതാണ് റോഡ്രിഗോ ഗോസ് പറഞ്ഞിട്ടുള്ളത്. റാഫീഞ്ഞയും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട്. 100% ഫിസിക്കലി ഫിറ്റായി കഴിഞ്ഞാൽ എന്തായാലും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം, അദ്ദേഹത്തെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് റാഫീഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ താരങ്ങളുടെ എല്ലാം ഐഡോൾ അത് നെയ്മർ ജൂനിയർ ആണ്. കഴിഞ്ഞ കുറേ കാലമായി ബ്രസീലിയൻ ദേശീയ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് നെയ്മർ ജൂനിയർ ആണ്. പക്ഷെ നെയ്മർ ഇല്ലാതെ, നെയ്മറെ കേന്ദ്രീകരിക്കാതെ ഒരു ബ്രസീലിയൻ ദേശീയ ടീമിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി നോക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.